നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ഒരു യുവനടി ആരോപണവുമായി രംഗത്ത് വരുന്നു. പിന്നാലെ ഒരു പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഒരു ഓഡിയോ പുറത്തു വരുന്നു. അതിനുശേഷം ഒരു ട്രാൻസ്ജെൻഡർ അവന്തിക കൂടി ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർണായക ആരോപണങ്ങളുമായി രംഗത്ത് വരികയുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി പാലക്കാട് BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ട് താമസിക്കുന്ന ഫ്ളാറ്റ്, ഓഫീസായി പ്രവർത്തിക്കുന്ന വീട് എന്നിവയുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ 2025 ജനുവരി 27, 28, മെയ് 25 ഈ തീയതികളിലെ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാൻ പോലീസും മാധ്യമങ്ങളും തയ്യാറാകണമെന്നാണ് പ്രശാന്ത് ശിവൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം. ഇതേക്കുറിച്ച് വ്യക്തിപരമായി കൂടുതൽ അന്വേഷിക്കുന്നതായും പ്രശാന്ത് ശിവൻ വെളിപ്പെടുത്തി. ട്രാൻസ് വനിത അവന്തിക ഉന്നയിച്ച ആരോപണങ്ങൾ ചെറുക്കാൻ അവരുടേതെന്ന് പറഞ്ഞ് രാഹുൽ അവതരിപ്പിച്ച സന്ദേശത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യവും പ്രശാന്ത് ശിവൻ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അവന്തികയുടെ വെളിപ്പെടുത്തലിന് പിന്നിൽ താനാണെന്ന ചിലരുടെ പ്രചാരണം, അതിനെതിരെയും പ്രശാന്ത് ശിവൻ പ്രതികരിച്ചു. ആ പ്രചാരണം അടിസ്ഥാനരഹിതമാണ് എന്നാണ് പ്രശാന്ത് ശിവന്റെ പ്രതികരണം. രാഹുൽ MLAയിൽ നിന്ന് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായി അവന്തിക 21 ഉച്ചയ്ക്ക് സന്ദേശത്തിലൂടെ അറിയിച്ചു. അപ്പോൾ തുറന്നു പറയാനുള്ള ധൈര്യം താനാണ് അവന്തികയ്ക്ക് നൽകിയതെന്നും പ്രശാന്ത് ശിവന്റെ പ്രതികരണം. കോൺഗ്രസിന് വേണ്ടാത്തവരെ തള്ളാനുള്ള സ്ഥലമല്ല പാലക്കാടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കും വരെ BJP ശക്തമായ സമരം തുടരുമെന്നും പ്രശാന്ത് ശിവൻ പ്രതികരിച്ചു. രാഹുൽ വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാക്കി BJP. എന്തായാലും പാലക്കാട് നിന്നും BJPയുടെ ഭാഗത്തു നിന്നും ഈ രാഹുൽ MLA സ്ഥാനം രാജിവെക്കുന്നത് വരെ ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം രാഹുൽ വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാക്കിയിരിക്കുകയാണ് BJP. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം, രാഹുൽ ഗാന്ധിക്കൊപ്പം രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്ന ചിത്രം BJPയുടെ ഔദ്യോഗിക സമൂഹ മാധ്യമ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമം, മറ്റൊരു കോൺഗ്രസ് നേതാവിനെതിരെ കൂടി ആരോപണം എന്ന വാചകങ്ങളോടെയായിരുന്നു ചിത്രം പങ്കുവച്ചത്. രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനുയായിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും MLAയുമാണ് ആരോപണ വിധേയനെന്നും ചിത്രത്തിലുണ്ട്. രാഹുലിനെതിരെ വാർത്താ സമ്മേളനം നൽകിയ BJP കേരള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിന്റെ ലെറ്റ് കി ഹും ലെറ്റ് സക്തി ഹും ക്യാമ്പയിൻ സംബന്ധിച്ച് പരാമർശിച്ചതും ആ ഒരു ചർച്ച ദേശീയ തലത്തിൽ സജീവമാക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2022 ഉത്തർപ്രദേശിൽ BJP ഉന്നമിട്ട് പ്രിയങ്ക ഗാന്ധി നയിച്ച സ്ത്രീ ശാക്തീകരണ ക്യാമ്പയിനായിരുന്നു ലെറ്റ് കി ഹും ലെറ്റ് സക്തി ഹും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ അവന്തികയ്ക്ക് പിന്നിൽ BJP ഗൂഢാലോചന സംശയിക്കുന്നു എന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. ആരോപണം ഉന്നയിച്ചയാൾക്ക് BJPയുമായി ബന്ധമുണ്ടെന്നും BJP ജില്ലാ പ്രസിഡന്റുമായി സംസാരിച്ചുവെന്ന് ആരോപണം ഉന്നയിച്ചയാൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചു. BJP ജില്ലാ പ്രസിഡന്റിന്റെ സ്വഭാവം സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. യുവമോർച്ചയിലായിരുന്നപ്പോൾ അദ്ദേഹത്തെ കുറച്ചുകാലം മാറ്റി നിർത്തിയത് എന്തുകൊണ്ടാണ് എന്ന് അറിയുന്നതിനാൽ സംശയിക്കുന്നു. സത്യം വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നായിരുന്നു സന്ദീപ് വാര്യരുടെ പ്രതികരണം. അവന്തിക തന്നെ സമീപിച്ചിരുന്നുവെന്ന് BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞു. രാഹുലിന്റെ ചാറ്റ് പുറത്തുവിടാൻ ധൈര്യം നൽകിയത് താനാണെന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു. ഈ മാസം 21 അവന്തിക തന്നെ സമീപിച്ചത്. തനിക്ക് ഭയമുണ്ടെന്ന് അവന്തിക തന്നോട് പറഞ്ഞു. ഇൻസ്റ്റഗ്രാം വഴിയാണ് അവന്തിക ബന്ധപ്പെട്ടത്. യുവമോർച്ചയുടെ പരിപാടിയിലാണ് അവന്തികയെ പരിചയപ്പെടുന്നതെന്നും പ്രശാന്ത് ശിവൻ വിശദീകരിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറിയിട്ടില്ലെന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പ് തള്ളി ട്രാൻസ് വുമൺ അവന്തിക. തന്റെ തുറന്നു പറച്ചിലിന് മുമ്പ് ഒരു റിപ്പോർട്ടറുമായി നടത്തിയ സംഭാഷണമാണെന്നും അന്ന് പേടിച്ചാണ് അയാളുടെ കാര്യങ്ങൾ തുറന്നു പറയാതിരുന്നതെന്നും അവന്തിക വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ട ഓഡിയോ ഓഗസ്റ്റ് 1 ഒരു ചാനലിലെ റിപ്പോർട്ടറുമായി നടത്തിയ സംഭാഷണമാണ്. തനിക്കെതിരെ മോശമായ രീതിയിൽ രാഹുൽ സംസാരിച്ചിട്ടുണ്ടെന്ന് എങ്ങനെയോ അറിഞ്ഞിട്ടാണ് ആ റിപ്പോർട്ടർ തന്റെ അടുക്കലേക്ക് വന്നത്. രാഹുൽ ഒരു MLA കൂടി ആയതുകൊണ്ട് തന്നെ അന്ന് തനിക്കത് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടി പരസ്യമായി രംഗത്തെത്തിയതോടുകൂടിയാണ് താൻ നേരിട്ട ദുരനുഭവം തുറന്നു പറയണമെന്ന തോന്നലുണ്ടായതെന്നും ട്രാൻസ് വുമൺ അവന്തിക പ്രതികരിച്ചു. അതേസമയം തന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് തനിക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും മാനസികമായി തളർന്ന അവസ്ഥയിലാണെന്നും അവന്തിക പ്രതികരിച്ചു. രാഹുൽ തന്റെ നല്ല സുഹൃത്താണെന്നും തന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ലെന്നും അവന്തിക മാധ്യമപ്രവർത്തകനോട് പറയുന്നതിന്റെ ഓഡിയോ ക്ലിപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനം
സമ്മേളനത്തിലൂടെ പുറത്തുവിട്ടത്. തനിക്കെതിരെ അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ പ്രതികരിക്കാനും കേസിന് പോകാനും അവസരമുള്ള സമൂഹത്തിലാണ് താൻ ജീവിക്കുന്നതെന്നും അത് തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടെന്നും രാഹുൽ നല്ല സുഹൃത്താണെന്നും അവന്തിക ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ഓഗസ്റ്റ് 1 രാത്രി 8:24 അവന്തിക വിളിച്ചിരുന്നു. അവന്തികയെ ഒരു ന്യൂസ് റിപ്പോർട്ടർ വിളിക്കുകയും തനിക്കെതിരെ പരാതിയുണ്ടോ എന്നും എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നും ചോദിച്ചതായി അവന്തിക തന്നോട് പറഞ്ഞതായി രാഹുൽ പറയുന്നു. ചേട്ടനെ കൊടുക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നുണ്ടെന്നും കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും അവന്തിക പറഞ്ഞു. താനത് അവന്തികയോട് ചോദിച്ചു വാങ്ങുകയായിരുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. എന്തായാലും അവന്തികയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. മാത്രമല്ല യുവനടി ആരോപിച്ച ആരോപണങ്ങളുണ്ട്, മാത്രമല്ല ഈ ഓഡിയോ ക്ലിപ്പുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളോടൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചില്ല. അവന്തികയുമായി ബന്ധപ്പെട്ടുള്ള അവന്തിക ഉന്നയിച്ച ആരോപണങ്ങൾ അതിലൊരു മറുപടി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്നത്. അതേസമയം ആരോപണങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇതോടെ സെപ്റ്റംബർ 15 തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും. എന്നാൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ രാഹുൽ അവധിയിൽ പ്രവേശിക്കാനാണ് സാധ്യത. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുലിനോട് KPCC വിശദീകരണം തേടും. രാഹുൽ നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് നീക്കം. ദുരനുഭവം ഉണ്ടായിരുന്ന യുവനടി റിനി ആൻഡ് ജോർജ്, ട്രാൻസ് വുമൺ അവന്തിക എന്നിവരുടെ വെളിപ്പെടുത്തലിനൊപ്പം പല കോണിൽ നിന്ന് രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. രാഹുലിനെ സംബന്ധിച്ച നിരവധി പരാതികൾ കേന്ദ്ര നേതൃത്വത്തിന് കിട്ടി. തുടർന്ന് രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. രാഹുൽ MLA സ്ഥാനവും രാജിവെക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായം ഉയർന്നെങ്കിലും തൽക്കാലം രാജിയില്ലാതെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കില്ലെന്ന് രാഹുലും വ്യക്തമാക്കിയിരുന്നു. പാർട്ടി എടുക്കേണ്ട നടപടികളുടെ പ്രാഥമിക ഘട്ടത്തിലാണിപ്പോൾ. ആദ്യത്തെ ഘട്ടം മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് രാഹുലിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതോടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുലിന് സസ്പെൻഷൻ കിട്ടും. അതേസമയം രാഹുലിനെതിരായി വന്ന ആരോപണങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. പാർട്ടിയോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ രാഹുൽ പരാജയപ്പെട്ടതായാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. സമൂഹ മാധ്യമങ്ങളിൽ കുറച്ചു കാലമായി രാഹുലിനെ കേന്ദ്രീകരിച്ച് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ സജീവമായിരുന്നു. നടിയുടെ വെളിപ്പെടുത്തലിനൊപ്പം യുവതിയോട് ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെടുന്ന ശബ്ദ സംഭാഷണം കൂടി രാഹുലിന്റെ എന്ന പേരിൽ പ്രചരിച്ചതോടെ കോൺഗ്രസ് നേതൃത്വം വലിയ പ്രതിരോധത്തിലായി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ പരാതികളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചിരുന്നു.